നമസ്കാരം കുട്ടികളെ. മനുഷ്യ ശരീരത്തിലെ അന്തഃസ്രാവി ഗ്രന്ഥിയായും ദഹനഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന അവയവമാണ് ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. അന്തഃസ്രാവിയായി പ്രവർത്തിക്കുന്ന ഭാഗം ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, സൊമാറ്റോസ്റ്റാറ്റിൻ, പാൻക്രിയാറ്റിക് പെപ്റ്റൈഡ്, അമൈലിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ദഹനഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഭാഗം ആഗ്നേയരസം അഥവാ പാൻക്രിയാറ്റിക് ജ്യൂസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. പാൻക്രിയാസ് അപരനാമമാണ് മധുര റൊട്ടി അഥവാ സ്വീറ്റ് ബ്രെഡ്. 4 മുതൽ 6 വരെ ഇഞ്ച് നീളവും 2.5 സെൻറ്റിമീറ്റർ വീതിയും 85 ഗ്രാം ഭാരവുമുള്ള ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഗ്രന്ഥിയുടെ വലത്തേ അറ്റത്തെ വലിപ്പക്കൂടുതലുള്ള ഭാഗം ശിരസ്സായി കണക്കാക്കപ്പെടുന്നു. തുടർന്ന് ഇടതുവശത്തേക്ക് നീണ്ടിരിക്കുന്ന ഭാഗമാണ് ബോഡി അഥവാ ശരീരം. ഇടത്തേ അറ്റത്ത് പ്ലീഹയോട് ചേർന്ന് ഫ്രീനിക്കൊളൈനൽ ഇടം വരെ വലിപ്പം കുറഞ്ഞ് അവസാനിക്കുന്ന ഭാഗം വാലറ്റമായി പരിഗണിക്കപ്പെടുന്നു. ശിരസ്സിന് മുകളിലൂടെ പൊതിഞ്ഞ കണക്കെ പക്വാശയ ഭാഗവുമുണ്ട്. ഇവ ഉദരാശയത്തിൽ എപ്പിഗാസ്ട്രിയത്തിൻ്റെ കുറുകെ ചെരിഞ്ഞ് പക്വാശയത്തിൻ്റെ ഉൾവലിവിൽ നിന്ന് ആരംഭിച്ച് ഉദരാശയത്തിൻ്റെ ഹൈപ്പോകോൺട്രിയാക് ഭാഗം വരെ വന്നെത്തുന്നു. ട്രാൻസ്പൈലോറിക് തലത്തിന് സമാനമാണ് ആഗ്നേയഗ്രന്ഥിയുടെ സ്ഥാനം. ഘടനയിൽ പാൻക്രിയാസിന് ഉമിനീർ ഗ്രന്ഥികളോടാണ് സാദൃശ്യം. എന്നാൽ ഇവയേക്കാൾ മൃദുവും അയഞ്ഞതുമായ കോശനിരകളാണ് ആഗ്നേയഗ്രന്ഥി നിർമ്മിച്ചിരിക്കുന്നത്. ആഗ്നേയഗ്രന്ഥിയിൽ നിറയെ സഞ്ചി കണക്കെ ലോബ്യൂളുകൾ കാണപ്പെടുന്നു. ഇവയോരോന്നും ഉള്ളിലുള്ള നാളികളുടെ അഗ്രഭാഗങ്ങളാണ്. നാളികൾ അവസാനിക്കുന്ന വായു അറകൾക്ക് സമാനമായ ഭാഗങ്ങളാണ് ആൽവിയോളുകൾ. ആൽവിയോളുകൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സംയോജക കലയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കോശങ്ങളുടെ കൂട്ടമാണ് ഇൻ്റർ ആൽവിയോളാർ ഐലറ്റ്സ് കോശങ്ങൾ അഥവാ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. 1969 ജർമ്മൻ ശാസ്ത്രജ്ഞനായ പോൾ ലാംഗർഹാൻസ് ആണ് ഇത് കണ്ടെത്തിയത്. ഗ്രന്ഥിയിലെമ്പാടും 100,000-ഓളം ഐലറ്റുകളുണ്ട്. ഗ്രന്ഥിയുടെ ആകെ ഭാഗത്തിൻ്റെ 2% ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളുമുണ്ട്. ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസ് അധികമാകുമ്പോൾ കോശങ്ങളിലേക്ക് കടത്തിവിടും. കോശങ്ങളുടെ താര്യത കൂടിയും കരളിൽ ഗ്ലൈക്കോജനായും സംഭരിച്ചും ഇൻസുലിൻ ഗ്ലൂക്കോസിനെ സംഭരിക്കുന്നു. ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നു. പിത്തരസവും ആഗ്നേയരസവും ഒരു പൊതുകുഴലിലൂടെ പക്വാശയത്തിൽ എത്തുന്നു. ഇതാണ് മനുഷ്യ ശരീരത്തിലെ ആഗ്നേയഗ്രന്ഥി.